കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും സംഘപരിവാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കെ.പി.എ. മജീദിന്റെ ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. മഞ്ചേശ്വരത്ത് ബി.ജെ.പിക്ക് വോട്ട് നൽകി മുസ്ലിങ്ങളെയും മതേതര വിശ്വാസികളെയും കാന്തപുരം വഞ്ചിച്ചെന്ന് ലേഖനം പറയുന്നു. നരേന്ദ്രമോദിയെ അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പണ്ഡിതനാണ് കാന്തപുരം. ബി.ജെ.പിക്കെതിരെ മുസ്ലിങ്ങളിൽ നിലനിൽക്കുന്ന പ്രതിഷേധത്തെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ സംഘടിപ്പിച്ച സൂഫി സമ്മേളനത്തിന്റെ നേതൃനിരയിൽ കാന്തപുരം നിലകൊണ്ടു. മുഖ്യധാര മുസ്ലിം സംഘടനകളെ ഭീകരവാദ പ്രയോക്താക്കളായാണ് ഈ സൂഫി സമ്മേളനം ചിത്രീകരിച്ചത്. ഗുജറാത്തിൽ പോലും സമ്മേളനം നടത്താൻ അനുമതി സംഘടിപ്പിച്ച കാന്തപുരത്തിന് ബി.ജെ.പിയുമായി ദൃഢബന്ധമുണ്ടെന്നും ലേഖനം ആരോപിക്കുന്നു. മോദിയെ പുകഴ്ത്തുന്നതിന് പകരമായി കാന്തപുരത്തിന് ബി.ജെ.പി സർക്കാർ ദേശീയ പുരസ്കാരം പോലും നൽകിയേക്കാം. നരേന്ദ്രമോദി വഴി മർക്കസിന് 5 കോടി ലഭിച്ചെന്ന ആരോപണം കാന്തപുരം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഡൽഹി കേന്ദ്രീകരിച്ച് കാന്തപുരം നടത്തുന്ന ഗൂഢാലോചനകൾ മതനിരപേക്ഷവാദികൾക്ക് ഭീതിയോടെ മാത്രമേ കാണാനാകൂ. ഫാഷിസ്റ്റുകളുമായുള്ള വഴിവിട്ട ബന്ധം സമൂഹം തിരിച്ചറിഞ്ഞെന്ന് കാന്തപുരവും താമരസുന്നികളും മനസ്സിലാക്കണം. കള്ളക്കൗശലക്കാരനായ കാന്തപുരത്തിന്റെ സമുദായ വിരുദ്ധ അജണ്ടകളെ എതിർക്കാതിരിക്കാൻ മുസ്ലിം ലീഗിനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് കെ.പി.എ. മജീദിന്റെ ലേഖനം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ UDF വിരുദ്ധ നിലപാടെടുത്ത കാന്തപുരത്തെ തുറന്നെതിർക്കാനുള്ള മുസ്ലിം ലീഗ് തീരുമാനത്തിന്റെ ഭാഗമാണ് കെ.പി.എ. മജീദിന്റെ ലേഖനം. മീഡിയ 1 കോഴിക്കോട്.